നമസ്കാരം എല്ലാവർക്കും. പള്ളിക്കൊന്നുമല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ചായ എല്ലാം കുടിച്ചു വന്ന് മറ്റേ വണ്ടി അകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂർ ഇവിടെ തുടങ്ങി. പുറക്കത്തിന് എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഇവർ പായ കെട്ടയക്കാൻ പറഞ്ഞു. വിളിച്ചു ഫസ്റ്റ് തണവാട്ടാ പായ കെട്ടയക്കാൻ പറഞ്ഞു. പായ കെട്ടയച്ചിട്ട് നല്ല ഉറക്കം കയറുന്നു. അപ്പോൾ വിളിച്ച് പായ കെട്ടിറക്കട്ടെ. പായ കെട്ടയച്ചിട്ട് വീണ്ടും കയറി കിടന്ന് തുടങ്ങാം. അല്ല വണ്ടി പിടിച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇനി ലോഡ് ഇറക്കുന്ന കാഴ്ചകൾ വേണ്ടിയിട്ടേക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ തുടങ്ങാം. എന്താണ്ടാ കെട്ടയക്കാൻ തുടങ്ങട്ടെ. കെട്ടൊക്കെ മൊത്തം ലൂസായിരുന്നു കേട്ടോ. ഒരു ഭയം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. വരുന്ന വഴിക്ക് അങ്ങനെ വല്ല പുലിവാല ഉണ്ടാവുന്നുണ്ടോ. ലൂസായി കിടക്കണ്ടാ. ഇത് ഇവിടുത്തെ വാച്ച്മാൻ ഇതാ മറ്റേ വണ്ടി. ഇതാണ്ടാ കെട്ടൊക്കെ ലൂസായി കിടക്കുക. ഇന്നത്തെ ദിവസം കഴിച്ചൊരു കുഴപ്പമുണ്ടാവാണ്ട് ഇവിടെ എത്തി. കെട്ടയക്കിട്ട് ഒരു കെട്ടയക്കാൻ തിരക്കൂട്ടുക. അങ്ങനെ നമ്മൾ പായമുടക്കാൻ മുകളിൽ കയറി. ഇതിന് മുകളിൽ കയറി പായമുടക്കൽ ഭയങ്കര ചടങ്ങാണ്. കാരണം കുനിഞ്ഞൊന്ന് പായമുടക്കൽ തല അല്ലെങ്കിൽ മുകളിൽ തൊട്ടുകൊണ്ടോ. അങ്ങനെ നമ്മളെ പായെല്ലാം മടക്കി കെട്ട ഇറക്കി വയ്യാണ്ട് അടപ്പോ. വയ്യാണ്ടാവാൻ കാരണത്തല്ല ഈ മുകളിലത്തെ സാധനത്തിൻ്റെ തണ്ടല് മറ്റേ പകുതി നിന്നിട്ടല്ലേ കുനിഞ്ഞു നിന്നിട്ടല്ലേ പായ കെട്ടാൻ വായിച്ചത്. അതാണ് പ്രശ്നമായത്. ഇതുണ്ടോ നമ്മൾ ശരിക്കും കുനിഞ്ഞു നിന്നിട്ടാണ് പായ മുഴുവൻ കെട്ടയച്ചത്. അതാ പറ്റിപ്പോയത്. എൻ്റെ ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അട്ടി തള്ളു ഒന്നും ചെയ്ത് തരണ്ട. ഇവിടെ എത്തിയണ്ട ഒരു കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഇവിടെ നൈസോടെ തള്ളി വന്നു. പക്ഷെ സീനായില്ല. ഇത് ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് തോന്നണം. അതിന് വീഴുമ്പോൾ അറക്കണ വീടിന്ന് എടുക്കാൻ പറ്റില്ലാന്നേ. ഇത് കണ്ടോ ഇത് എനിക്കുള്ള പണിയാണ്. അവരിന്ന് എണ്ണണം ഉണ്ടോ. ലോഡ് ഇറക്കുമ്പോൾ ഇതിന്ന് എണ്ണണം. അതിന് വേണ്ടി കൊണ്ട് വെച്ചേക്കുന്നതാണ്. അപ്പം ഇനി കെട്ടയച്ച് അല്ല മറ്റേ അറക്കാനുള്ളത് അവർ പോരും. അപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ. ഈ ഷട്ടറിലാണ് ഇറക്കണം കേട്ടോ. നമ്മളങ്ങനെ എല്ലാ സെറ്റപ്പാക്കി വണ്ടി ഇങ്ങോട്ട് തിരിച്ച് നിർത്തി. ഇനി അവർ വരുമ്പോൾ അങ്ങോട്ട് ബാക്ക് ഇട്ട് കൊടുക്കാം. അതേ പറ്റുള്ളൂ. നമ്മൾ സെറ്റപ്പാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. എനിക്കത് കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അതെ കഴിക്കാൻ പോകാൻ പറ്റാതെ തന്നെ അവർ പോരും. അവരിപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറക്കിയിട്ട് കഴിക്കാൻ പോകാലോ. ലോഡറൊക്കെ തുടങ്ങി നമ്മുടെ വണ്ടിയിൽ. ഞാൻ എണ്ണ എടുക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും ചിലപ്പോൾ. നല്ല സ്പീഡാട്ടോ പോയി പാർക്ക്. അത് സ്പീഡിലാണ് ഇറക്കണേ. ഇറക്കിയിട്ടും കാര്യം നമുക്ക് വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഓർഡറൊക്കെ പകുതി. അവരുടെ വണ്ടി കട്ടായി പഞ്ഞി. നമ്മുടെ എണ്ണ എടുക്കൽ കാരണം അറക്കണ വീഡിയോ എടുക്കാൻ പറ്റത്തൊക്കെ. എണ്ണെങ്ങാനേ മാറിപ്പോയാലേ പണി പാളും. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് കയറ്റിയപ്പോൾ തന്നെ ഒരു 2 ഡൗട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണണം. എന്താണ് ഭായിമാരൊക്കെ ഇരുന്ന് ചായ പിടിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഗ്യാപ്പ് കിട്ടി. ചായ പിടിക്കാണ്ട് റെസ്റ്റ് എടുക്കണം. ഒരു റെസ്റ്റ് നമ്മുടെ ലോഡ് കഴിയാൻ പോണു കേട്ടോ. നോക്കിയ ആ വണ്ടിയിൽ 2 പേര്. ഒരാൾ 2 പേര് മുകളിലാണ്. 2 പേര് മുകളിൽ. അങ്ങനെ നമ്മൾ അവസാനത്തെ സാധനം ഇറക്കിട്ടാ. ഒരെണ്ണം കൂടുതലായി. അതെ എല്ലാം കഴിഞ്ഞുട്ടോ. അങ്ങനെ ദൈവം സഹായിച്ച് നമ്മുടെ വണ്ടി കാലിയായി. ഇവിടെ വീടെടുക്കണ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇങ്ങനെ നമ്മൾ ഇത് പറയണത്. ഇപ്പോൾ അവർ മാറിയപ്പോഴാണ് ഞാൻ എടുക്കണേ. അങ്ങനെ നമ്മുടെ വണ്ടി ഫുള്ള് ലോഡൊക്കെ ഇറക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ പായെല്ലാം മടക്കി വെച്ചു. അങ്ങനെ നമ്മുടെ യൂണിഫോം എല്ലാം മാറി. നമ്മളൊന്ന് ഭംഗിയായിപ്പോൾ ഒന്ന് കുളിച്ചു. പുറകിലുള്ള സൂപ്പർ സ്ഥലമാണ് കുളിക്കാൻ. ഈ ഗോഡൗണെന്ന് വെച്ചാൽ ഇത് ഇവരുടെ ഗോഡൗണോ. അതായത് ഇവർക്ക് ഇതേപോലത്തെ 10-15 ഗോഡൗൺ ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗോഡൗണിൽ സാധനം ഇറക്കും. എന്നിട്ട് മറ്റേ ഇവിടേക്ക് സെയിൽ ചെയ്യും. അതായത് നമ്മുടെ നാട്ടിലെ ഈ മറ്റേ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ മറ്റേ വഴിയിൽ മറ്റേ രസഗുള എന്ന് പറഞ്ഞ സംഭവമാണ്. അങ്ങനെ അതുപോലെ അങ്ങനത്തെ ബേക്കറികളിലേക്കാണ് ഇവർ സപ്ലൈ. അതായത് ഈ ചെറിയ കുടിൽ വ്യവസായം പോലത്തെ ബേക്കറികളിലേക്കാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത്. മറ്റേ ഈ പാൽപ്പൊടി, ഈ ക്രീമൊക്കെ ഉണ്ട്, ഐസ്ക്രീം അങ്ങനെ സാധനം ഉണ്ടാക്കാനത്തേക്കാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഭംഗിയായിട്ട് കുളിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിട്ടു. മറ്റേ വണ്ടി അവിടെ നിന്ന് ലോഡർ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ. ഭക്ഷണം കഴിക്കാൻ പോകണം പുറത്തേക്ക് കേട്ടോ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങി. ഇന്നലെ രാത്രി ആകെ 1.5 to 2.5 1 മണിക്കൂറാണ് ഉറങ്ങിയാണ് ഇന്നലെ രാത്രി. അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങട്ടെ. ഇതായിരുന്നു നമ്മൾ ഇന്നലെ കയറിയ കമ്പനി. കാലി നോക്കിയ ഗാഡിയോ സൈഡ് മേ കടേ. ഇതാണ് നമ്മൾ ഇന്നലെ കയറി വന്ന ഗല്ലി. ഇവിടുന്ന് പുറത്തിറങ്ങണേ രാത്രി 9 മണി കഴിയണമെന്ന് പറഞ്ഞത്.
ഇത് കണ്ടേ അതൊരു വണ്ടി ഇവിടെ കമ്പനിയിൽ ഓർഡർ ചെയ്ത് എൻ്റെ അവിടെ നിർത്തിയേക്കണം അവൻ. രാത്രി പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ മഹാരാഷ്ട്ര വണ്ടിയാ. നമ്മളെന്നല്ല കയറിയത് ഈ ഗല്ലി കൂടെ വന്നിട്ട് ഈ വഴി കൂടെയാണ് കയറി വന്നത്. കണ്ടോ 14 വീൽ വണ്ടി കട്ട് ചെയ്ത് കയറി വന്ന വഴിയാണത്. ഇറങ്ങണം അടുത്ത വണ്ടി. ഈ വഴിക്കാണ് കയറിപ്പോയത്. നമ്മളിന്നലെ ഈ വഴിക്കാണ് വന്നത്. ഇത് ഇവിടുന്നാണ് ഈ വഴി കൂടെയാണ് വന്ന വണ്ടി. ഈ വഴി കൂടെ വന്നിട്ട് പിന്നെ ഇറങ്ങിപ്പോയ ലോഡറക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ATM ഉണ്ട്. ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം. നമ്മൾ വന്ന ഡയറക്ഷൻ അവിടെ നിന്നാട്ടാ. ഇതാണ് നമ്മൾ വന്ന സ്ഥലം. ATM തപ്പി ഇറങ്ങണാണ്. ATM ഇവിടെ ഇപ്പം 3ാമത്തെ ATM വന്നത്. ഇവിടെ പൈസ ഇല്ല. ഇപ്പൊ 4ാമത്തെ ATM കയറണം. ഭ്രാന്തരവുള്ളൂ. അതിലും പൈസ ഇല്ല. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് പോണ. പ്രൈവറ്റ് ബസ്സാണ്. നമ്മളൊരു ATM തപ്പി നടക്കണം. ഇപ്പൊ ഞാൻ നമ്മളാ റോഡിലിറങ്ങിയപ്പോൾ 2-3 കിലോമീറ്ററോളം നടന്നു പോകുന്നുണ്ട്. ഇവിടെ കുറേ മുന്നോട്ട് വരും പെട്രോൾ പമ്പുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് മേടിക്കാം. 4 ATM കയറും. 4ലും പൈസ ഇല്ല. നമ്മളങ്ങനെ പമ്പിലെത്തി. പമ്പ് ഇതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്. ATM ഇല്ലെന്ന് മാത്രം. പമ്പുകാരോട് പോയി കൈയും കാലും പിടിച്ചു നോക്കത്തായിരുന്നു. നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ട്. അതിൽ പോണേ. അങ്ങനെ നമ്മൾ നടന്ന് 2 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു. പിന്നെ നമ്മളെ കമ്പനിയിലെത്തി. ഇപ്പോൾ സമയം 5 മണിയായി. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു കേട്ടോ. വണ്ടിയുടെ അടുത്ത് വന്നു പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. വയ്യാണ്ടേ നടന്നേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ. നാളെ തന്നെ പുതിയ വിശേഷങ്ങളോട് വരാം. രാത്രി ഇന്നലെ വന്ന വഴിക്ക് തന്നെയാണ് പറഞ്ഞത്. കാരണം രാത്രി എടുത്ത് പിടിക്കണില്ലേ. പിന്നെ രാത്രി പിടിക്കാത്തതിനാണ് മെയിൻ കാരണം വെച്ചാൽ വഴി നീള ഭയങ്കര ബ്ലോക്കും തിക്കും തിരക്കാണ്. അപ്പോൾ അതൊക്കെ കാരണം ഭയങ്കര ചാട്ടാണ്. ഈ മൊബൈൽ എടുക്കുക കാരണം സ്റ്റാൻഡൊക്കെ കിടന്ന് ഭയങ്കര ജെർക്കിങ്ങാണ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ് കേട്ടോ.